ഫെനറ്റിക്സിന്റെ ഗ്രൂപ്പിലെടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ് വവൽ സൗണ്ട് എന്താണെന്ന് പറഞ്ഞു. എന്താണ് വവൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ചെയ്ത് ഒന്ന് പറയാം. വവൽ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വവൽ സൗണ്ട് ഈസ് ദ സൗണ്ട് വിച്ച് എന്താണ് എയർ വായുവിലൂടെ ഇങ്ങനെ പുറത്ത് എയർ ഫ്ലോസ് ത്രൂ ദ മൗത്ത് വിത്തൗട്ട് ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും. വായനകത്ത് ഒരു ഒബ്സ്ട്രക്ഷൻ ഇല്ലാതെ എയർ പുറത്തേക്ക് പോകുന്ന സൗണ്ടിനെ വിളിക്കുന്ന പേരാണ് വവൽ സൗണ്ട്. ഓക്കെ, വവൽ സൗണ്ടിൽ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. ഒന്ന് പ്യുവർ വവൽ സൗണ്ട് എന്ന്, രണ്ട് ഡിഫ്തോങ് എന്ന്. എന്താണ് പ്യുവർ വവൽ സൗണ്ട്? പ്യുവർ വവൽ സൗണ്ട് എന്ന് വെച്ചാൽ ഒറ്റ സൗണ്ട് മാത്രമുള്ളതിനെ വിളിക്കുന്ന പേര് പ്യുവർ വവൽ സൗണ്ട്. രണ്ടാമത്തെ ഡിഫ്തോങ്. എന്താണ് ഡിഫ്തോങ്? ഡിഫ്തോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? രണ്ട് വവൽ സൗണ്ടുകൾ കൂടിച്ചേരുന്നു. പക്ഷെ അത് പറയാൻ അങ്ങനെയല്ല. പ്യുവർ വവൽ സൗണ്ട് എന്ന് വെച്ചാൽ സാധാരണ വവൽ സൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് പ്യുവർ വവൽ സൗണ്ട്. ഡിഫ്തോങ്സ് എല്ലാ പരീക്ഷയും ചോദിക്കും, വാട്ട് ഈസ് എ ഡിഫ്തോങ്? എന്താണ് ഡിഫ്തോങ്? ഡിഫ്തോങ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ മിക്സ്ചർ ഓഫ് ടു വവൽ സൗണ്ട്സ്. സാധാരണ നമ്മളെല്ലാം പഠിക്കാറുണ്ട്, പക്ഷെ അങ്ങനെയല്ല. ഡിഫ്തോങ് ഈസ് എ വവൽ സൗണ്ട്. ഡിഫ്തോങ് എന്നുള്ള ഒരു വവൽ സൗണ്ട് ആണ്. ഡിഫ്തോങ് എന്ന് പറയുന്ന ഒരു വവൽ സൗണ്ട് ആണ്. ഡിഫ്തോങ് ഈസ് എ വവൽ സൗണ്ട് ഇൻ വിച്ച് ദ ടങ് ഗ്ലൈഡ്സ് ഫ്രം വൺ വവൽ ടു അനദർ വവൽ. ടങ്, നാക്ക് ഗ്ലൈഡ് ചെയ്യുന്നു, ഗ്ലൈഡ് ചെയ്യാൻ തെന്നി നീങ്ങുന്നു. ഫ്രം വൺ വവൽ ടു അനദർ വവൽ, ഒരു വവലിൽ നിന്നും മറ്റൊരു വവലിലേക്ക്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഐ, എയ്, ഒയ്, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. അപ്പോൾ വവൽ സൗണ്ട്സ് നമ്മൾ പൂർണ്ണമാക്കി രണ്ടായിട്ട് തിരിച്ചു. പ്യുവർ വവൽ സൗണ്ട് എന്നും ഡിഫ്തോങ്സ് എന്നും. ഒരു തവണ കണ്ട് മനസ്സിലായെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി കണ്ട് നന്നായിട്ട് പഠിക്കാം. സൗണ്ടുകളെല്ലാം കണക്ക് പഠിക്കാം. എല്ലാ സൗണ്ടുകളും എഴുതുന്നതായി സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേര് സ്ലാങ്സ് എന്നാണ്. ഇതിനകത്ത് വേണം എഴുതാനായിട്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് വവൽ സൗണ്ട്. നമ്മൾ ടോട്ടലായിട്ട് വവൽ സൗണ്ട് പഠിച്ചത് 20 എണ്ണം പഠിച്ചു. വവൽ സൗണ്ട് പ്യുവർ വവൽ സൗണ്ട് 12 എണ്ണവും. രണ്ടാമത് പറഞ്ഞ ഡിഫ്തോങ്സ്. ഡിഫ്തോങ്സ് എത്ര എണ്ണവും? 12. പിന്നെ ഡിഫ്തോങ് 8. അങ്ങനെ മൊത്തം 20 എണ്ണം നമ്മൾ പഠിച്ചത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ കണ്ടിട്ട് അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി കണ്ടുനോക്കാം. ഇനിയായിട്ട് നമ്മൾ പഠിക്കുന്നത് കൺസണന്റ് സൗണ്ട് ആണ്. എന്താണ് കൺസണന്റ് സൗണ്ട്? കൺസണന്റ് സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലെ വ്യഞ്ജന ശബ്ദങ്ങളെ വിളിക്കുന്ന പേരാണ് കൺസണന്റ് സൗണ്ട്സ്. കൺസണന്റ് സൗണ്ട്സ് മലയാളത്തിലെ വ്യഞ്ജന ശബ്ദങ്ങൾ. സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൺസണന്റ് സൗണ്ട്സ് ആർ ദ സൗണ്ട്സ്. കൺസണന്റ് സൗണ്ട്സ് എന്ന് വെച്ചാൽ ഒരു സൗണ്ട്സ് ആണ്. ഇൻ വിച്ച് അതിലെന്താ പ്രത്യേകം വെച്ചാൽ ഇൻ വിച്ച് ദ എയർ ഫ്ലോസ് ത്രൂ ദ മൗത്ത്. എയർ വായന്ന് പുറത്തേക്ക് പോകുമ്പോൾ വിത്ത് ഒബ്സ്ട്രക്ഷൻ, വായിക്കകത്ത് when the air comes to the mouth, എയർ വായിക്കകത്തോട്ട് വരുമ്പോൾ ആൻഡ് ഇറ്റ് സ്റ്റോപ്സ് ദെയർ, അവിടെ നിൽക്കുന്നു. എന്നിട്ട് ഒരു സഡൻ എക്സ്പ്ലോഷൻ പുറത്തോട്ട്, ഒരു എക്സ്പ്ലോഷൻ പുറത്ത്, ഒരു എക്സ്പ്ലോഡ് ചെയ്തുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്. നമുക്ക് പറയാം വിത്ത് ഒബ്സ്ട്രക്ഷനോട് കൂടി, തടസ്സത്തോടു കൂടി, വായിക്കകത്ത് തടസ്സത്തോടു കൂടി എയർ പുറത്തേക്ക് പോകുന്ന സൗണ്ടുകളാണ് കൺസണന്റ് സൗണ്ട്. നമുക്ക് ഏത് സൗണ്ട് പറഞ്ഞാലും ക, ച, ത, പ, മ, ജ, യ ഏത് പറഞ്ഞാലും വായിക്കകത്ത് എയർ വന്ന് നിന്നിട്ട് ഒരു എന്താണ് ഒരു ഒബ്സ്ട്രക്ഷൻ അവിടെ ഉണ്ടായതിനു ശേഷം പുറത്തോട്ട് എയർ ഇത് ചെയ്യും, എക്സ്പ്ലോഡ് ചെയ്യാൻ വിളിക്കുന്ന പേരാണ് കൺസണന്റ് സൗണ്ട്. ഇപ്പൊ കൺസണന്റ് സൗണ്ട് ഇതാണ്. ഇപ്പൊ വവൽ സൗണ്ട് നമ്മൾ പഠിച്ചു, കൺസണന്റ് സൗണ്ട് പഠിച്ചു. കൺസണന്റ് സൗണ്ട് എന്ന് വെച്ചാൽ വിത്ത് ഒബ്സ്ട്രക്ഷൻ, വവൽ സൗണ്ട് എന്ന് വെച്ചാൽ വിത്തൗട്ട് ഒബ്സ്ട്രക്ഷൻ. ആ, ഈ, അത് ഒരു ഒബ്സ്ട്രക്ഷൻ ഇല്ല. ക, ച, ത, പ എല്ലാത്തിനും എയർ വായിക്കാം. പ എന്ന് പറഞ്ഞ സൗണ്ട് പറയുന്നത് ശ്രദ്ധിച്ചേ. പ എന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേ. പ അല്ല, പ് ആണ് സൗണ്ട്. പ എന്ന് പറയുന്നത് വിസിരിച്ചാൽ മതി. പ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചേ. ഇങ്ങനെ വായിക്കാത്ത എയർ വന്നിക്കണേ പ്, എന്നിട്ട് പടങ്ങൾ ഒരു എക്സ്പ്ലോഷൻ പുറത്തോട്ട് ആ രീതിയിൽ വരുന്നതാണ്. എന്താണ് കൺസണന്റ് സൗണ്ട്സുകളെല്ലാം അതുപോലെ. നമുക്ക് കൺസണന്റ് സൗണ്ട് നമുക്ക് കായിക രീതിയിൽ തന്നെ പഠിക്കാം. നോക്കാം. ആദ്യത്തെ സൗണ്ട് ഇതിനെ വിളിക്കുന്ന പേര് ക്. വിളിക്കുന്ന പേരാണ് ക്. കായ എന്നല്ല പഠിക്കുന്നത്, ക്. ഇനി കായ്, ക, ഗ എല്ലാത്തിന്റെ 1, 3 എടുക്കുക. 2 ബാക്കിയൊന്നും എടുക്കണ്ട. ക, ഗ, ക, ഗ അങ്ങനെ എടുക്കുക. കായും ഖ വേണ്ട, ഗ. കട്ടിയുള്ള അക്ഷരങ്ങളൊന്നും ഇംഗ്ലീഷില്ല. അപ്പൊ പറഞ്ഞു കായും ഗായും. രണ്ടാമത്തത് ഗ, ക, ഗ. അപ്പോഴിതിന് വിളിക്കുന്ന പേരാണ് ഗ. നമുക്ക് ക എന്നെവിടെ പറയണമെങ്കിലും ഇപ്പൊ നമുക്ക് ക എന്നെവിടെ പറഞ്ഞെങ്കിലും ഇത് ഉപയോഗിക്കാം. ഗ എന്നെവിടെ പറഞ്ഞെങ്കിൽ ഇത് പറയാം. അപ്പൊ 2 സൗണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഈ സൗണ്ടിനെ വിളിക്കുന്ന പേരാണ് കയും ഗും. 2 സൗണ്ടുകളാണ് കയും ഗും. അപ്പൊ ഇത് രണ്ടും എഴുതിയെടുക്കാം നല്ലോണം. ഇനി അടുത്ത സൗണ്ട് നോക്കിയേ, കേൾക്കുക. അടുത്ത ചായയിലോട്ട് പോവാം. ച വേണ്ട, ടീ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സാധനം, ഒരു പാമ്പ് കേൾക്കുന്ന സാധനം. ഇതിനെ വിളിക്കുന്ന പേരാണ് ച്. ഇതെന്ന് വിളിക്കും ച്, ഇതെന്ന് വിളിക്കും ച്. ഇനി ഡി ഇട്ടിട്ട് താഴെ ഒരു 3 പോലെ ഈ രീതിയിലാണ്. ഈ സാധനത്തിന് വിളിക്കുന്ന പേരാണ് ജ്. നല്ലോണം പഠിച്ചു വയ്ക്കുക. ഇത് 50 മാർക്കിന്റെ പേപ്പറാണ്, അത് നല്ലോണം പഠിച്ചു വയ്ക്കുക. ച്, ജ്, ച്, ജ്, ച്, ജ്, ച്, ജ്. ഓക്കെ. അടുത്തത് കായ്ക്ക് ട് ഉണ്ടല്ലോ. ടിന് വരെ ട് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ട് ഇതാണ് ട്. അതിന്റെ മൃദു സൗണ്ട് ഏതാണ്? ഡ്. ട്, ഡ്, ട്, ഡ്. അത് 1, 3 സൗണ്ടുകൾ. ക, ഗ, ച, ജ, ട്, ഡ്. ആ രീതിയിൽ 1, 3 സൗണ്ടുകൾ. അപ്പൊ നോക്കാം. ക, ഗ, ച, ജ, ട്, ഡ്. ഇപ്പൊ എത്ര എണ്ണമായി? 6 ആയല്ലേ? 6 ആയില്ലേ? എല്ലാം കൂടെ 6 ആയി. 6. അടുത്ത് നോക്കിയാണ്. ക, ഗ, ച, ജ, ട്. അടുത്തത് വേണ്ട. ത, ഡ്, ത്. താഴ്ത്തതായി തരാം. ത്, ത്, ത്. ത് എന്ന് ഉദ്ദേശിക്കുന്നത് തീറ്റയാണ്. തീറ്റ ഉണ്ടല്ലോ, നമ്മൾ ഒരു തീറ്റ എഴുതിയില്ലേ? തീറ്റ 10ലൊക്കെ പഠിച്ച തീറ്റ. തീറ്റ ഇതിനെ വിളിക്കുന്നവരാണ് ത്. ഇനി ദ്, അതിന്റെ മൃദുവശം വേണ്ടത് ഇങ്ങനെ
ഇങ്ങനെ സാധനം വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇതിനെ വിളിക്കുന്ന പേരാണ് ദ്. തേത്. അപ്പൊ ഇത് ത്, ഇത് ദ്. ഓക്കെ. അടുത്തത് പായ്പ ബായ്പമാല പ്, സാധാരണ പ്. ബ്, സാധാരണ ബ്, സാധാരണ ബി എഴുതിയാൽ ബ്. ഇവിടെ നോക്കിയ തേത് ചേജ്. ഓക്കെ. കേജ് ചേജ് തേത്. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് തേത് പേബ്. അപ്പൊ നമ്മളിപ്പോ മൊത്തം പഠിച്ചതാണ് കേഗ് 2, ചേജ് 4, ചേട് 6, തേത് 8, പേബ് 10. ഈ 10 സൗണ്ടുകൾ നമ്മളിപ്പോ പഠിച്ചത്. 10 സൗണ്ടുകൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സൗണ്ടുകൾ പഠിക്കുക എന്നുള്ളത്. സൗണ്ട് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു ബേസ്മെന്റ് കിട്ടുള്ളൂ. അത് സൗണ്ടൊക്കെ ഒരു ഇതുമില്ലാതെ നന്നായിട്ട് പഠിക്കും. സൗണ്ടിൽ എഴുതിയതോ വലുതായിട്ട് എഴുതിയതോ തേത്. ഇനി നമുക്ക് കായ്ക്ക ആ ഗ്രൂപ്പ്. ഇനി നമ്മള് 3 സൗണ്ടുകൾ പഠിക്കും. ഇപ്പൊ കായ്ക്കങ്ങാര അവസാനം ഞാ വരണില്ലേ? ഞാ ചായച്ച് ഞാ ഇല്ല കേട്ടാ. അതെല്ലാം തായ്ക്കൊന്നല്ല നാ ഉണ്ട്. പിന്നെ പായ്പ പായല മായുണ്ട്. അത് നമ്മൾ പറഞ്ഞത് മ ന ഈ 3 സൗണ്ടുകൾ പഠിച്ചിരിക്കും. അതാണ് മ ന ഇത്തിരി പാടാണ് പഠിക്കുന്നത്. എന്തൊക്കെയാണ് ഈ രീതിയിലാണ് വരാനുള്ളത്. പൈ പോലെ ഒരു ഐഡിയയിൽ പഠിക്കാം. മ ന ഈ 3 സൗണ്ടുകൾ. ഇത് മ ന മ ന മ ന മ ന ഓർമ്മിച്ചോളുക. മ ന മ നമ്മുടെ സാധാരണ എം, ന നമ്മുടെ സാധാരണ എൻ. ഇത്തിരി പാടാണ്. ഇതുപോലെ ഒന്നുകൂടെ ഞാൻ എഴുതിയിട്ടില്ല. ഇങ്ങനെ ഒരു സാധനം വരയ്ക്കാം ഐ പോലെ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഇട്ടാൽ ആയിക്കോളും. ഓട്ടോമാറ്റിക് അത് ഇങ്ങനെ ആയിക്കോളും. അപ്പൊ ഈ രീതിയിൽ മ ന ഇത് 3 കൂടെ പഠിക്കാം. 10 3 13 എത്രയായി? 13. ഇനി നമുക്ക് യാരാലാവാല ഗ്രൂപ്പിലോട്ട് പോവാം. യാരാലാവാല വെക്കാണ്. ഇത് യ്. നമ്മൾ ആ ജെ ഉണ്ടല്ലോ, ജെ ഇടൂലേ ആ സ്ഥാനത്തിന് വിളിക്കുന്നത് യ്. ഇത് യ്. ഇനി ഇത് റ്, സാധാരണ എല്ല്. ഇതുപോലെ ഇങ്ങനെ എല്ല്. ഇത് ല്. യ് റ് ല്. അടുത്തത് വ്. ഇത് വ്. വേറൊരു വേവും കൂടെ ഉണ്ട്, ഡബ്ല്യു. ഇതിനെയും വ് എന്ന് തന്നെ അറിയപ്പെടുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതും വ് ഇതും വ്. നമ്മൾ ഇംഗ്ലീഷില് 2 വാക്കുകളും പറയാറുണ്ടല്ലോ. വി ചേർത്തുള്ള വ് ഉണ്ട്, ഡബ്ല്യു ചേർത്തുള്ള വ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, വാട്ടിന്റെ വ് ഡബ്ല്യു അല്ലേ? വെയിന്റെ വി അല്ലേ? ഓക്കെ. അതല്ല വില്ലൻ വി അല്ലേ? വെയർ ഡബ്ല്യു അല്ലേ? ഇപ്പൊ ഡബ്ല്യു ആണ് വേന്റെ ഉച്ചാരണത്തിൽ വരുന്നെങ്കിൽ ഡബ്ല്യു എഴുതുക. വി ആണ് വരുന്നെങ്കിൽ ഇതാണ് വരുന്നെങ്കിൽ ഇത് എഴുതുക. ഇതാണ് നമ്മൾ 2 അപ്പൊ നമ്മൾ പഠിച്ചത് വ് 2. നമ്മൾ നേരത്തെ 13 പഠിച്ചായിരുന്നു. ഇപ്പൊ 13 5 അല്ലേ? വ്. ഇനി ഷ് ഇല്ല, പിന്നെ ഷ് ഉണ്ട്. ഷ് ഈ പാമ്പ് കിടക്കുന്ന സാധനം ഷ് എന്ന് വിളിക്കുന്നവരാണ് ഷ്. ഓർമ്മിച്ചുള്ള ഷ്. അപ്പൊ ഇതേതാണ്? ഷ്. ഇതിന് വേറെ പ്രത്യേകമുണ്ട്. ഈ വീം പറഞ്ഞതിന് വ്യത്യാസമുണ്ട്. ഈ വ് ഉണ്ടല്ലോ, ഈ വ് നമ്മളിപ്പോ വേണ്ട. ഇത് വെയിൻ, ഇത് വാട്ട്. നമ്മൾ എഴുതുന്ന ഇങ്ങനെയാണ്. വെയിൻ എഴുതണമെങ്കിൽ ഇതാ ഇതാണ് ഫനറ്റിക്സിൽ എഴുതുന്നത്. ഇത് വ്, ഇത് എയ്, ഇത് ന്. നമ്മൾ മുമ്പ് പഠിച്ചതാണ് എയ് എന്നുള്ള സൗണ്ട്. ഇത് ന് കിടക്കുന്ന നേരത്തെ പറഞ്ഞ വെയിൻ. ഇനി ഇത് എഴുതണമെങ്കിൽ നോക്കാം. ഡബ്ല്യു വ് പിന്നെ ഡബ്ല്യു എഴുതുമ്പോൾ ഇതിന്റെ മുമ്പ് എപ്പോഴും ഒരു എച്ചും കൂടെ ഇടും. അത് അങ്ങനെ എഴുതും. അത് നമുക്ക് പിന്നെ പഠിക്കാൻ പറ്റി പിന്നെ പറയാം. ഇവിടെ കണ്ട ഡബ്ല്യു ഇവിടെ വന്നപ്പോ ഇവിടെ വ് എഴുതി, ഇവിടെ വന്നപ്പോ ബി എഴുതി. ഈ രീതിയിലാണ് വരുന്നത്. ഇനി വേറെ കേസ് വായിക്കുന്നത് നോക്കിയാണ്. ഡബ്ല്യു വരുന്നെങ്കിൽ നമ്മൾ വായിക്കുന്ന ചുണ്ട് റൗണ്ട് ചെയ്തിട്ടാണ് വാട്ട്. ഇതാണെങ്കിൽ വെയിൻ, മൗണ്ട് പല്ലൊന്ന് താഴ്ത്തി ചുണ്ട്. കാരണം വായിക്കുന്നതിന് വ്യത്യാസം. വി ആണെങ്കിൽ വെയിൻ, ഡബ്ല്യു ആണെങ്കിൽ വാട്ട്, വെയർ, വെൻ. ആ രീതിയിലാണ് വായിക്കാനുള്ളത്. 2 വ്യത്യാസം. അപ്പൊ അതും കൂടെ ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ വേറെ പഠിക്കും. കാരണം ഇതിനെ വിളിക്കുന്ന പേര് സെമി പവർ എന്നുള്ള ഗ്രൂപ്പിനകത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ വേറെ പഠിക്കും. ഏതായാലും നമ്മളിപ്പോ പഠിച്ചത് 13 എത്രയായി? 13 6 എത്ര? 19 അല്ലേ? ഷ്. ഇനി എന്താണ് ഷ്? ഇതിനെ വിളിക്കുന്ന പേര് എസ്. അതിനെ വിളിക്കുന്ന പേര് സ്. ഹ വേണ്ടേ? ഹ എന്താണ്? എച്ച്. ഇനി നേരത്തെ ഇല്ല, ക്ക് പകരം ല് തന്നെ എഴുതും. ഇല്ല നേരത്തെ എഴുതും. അപ്പൊ എന്തായി? 19 എത്രയായി? 19 ആയില്ലേ? 19 2 19 2 21 ആയി. നമുക്കൊന്നുകൂടെ നോക്കാം.
ആദ്യം പഠിച്ചത് ഏതൊക്കെയായിരുന്നു? ഇനി അതിനകത്തൊരു സൗണ്ട് ഞാൻ പറയാതെ വിട്ടത് ഫ് ആണെന്ന് പിന്നെ പറയാം. ആദ്യം പറഞ്ഞത് ക ഗ ച ജ ത ദ പ ബ. അപ്പൊ എത്രയായി? 12. ക ഗ ച ജ ത ദ ട് സോറി ഏതൊക്കെയാണ് ആദ്യം പറഞ്ഞത്? ക ഗ. രണ്ടേതാണ്? ച ജ. ഓക്കെ. അടുത്തത് ട് ഡ്. അടുത്തത് ത ദ. അടുത്തത് പ ബ. അപ്പൊ 10 ആയി. ഇനി 3 സൗണ്ടുകൾ മ ന ങ. അത് നമ്മൾ പറഞ്ഞു മ ന. പിന്നെ പറഞ്ഞത് യ യ യ റ് ല വ. ഓക്കെ. പിന്നെ വ 2 എണ്ണം ഡബ്ല്യു കൂടി ചേർത്ത്. നീ ഷ ഇല്ലെന്ന് പറഞ്ഞു. ഷ ഉണ്ട്. ഇനിയുള്ളതെന്ന് വെച്ചാൽ ഈ സാധനം ഓർമ്മിച്ചു. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കും? ഇനിയുള്ളതെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഈ മൂന്നിട്ട ആവും. എന്താണ്? ആവും. ഇനിയുള്ളതെന്ന് വെച്ചാൽ ഒരു സൗണ്ടും ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്. ഏതാണ്? ഫ്. അപ്പൊ നമ്മള് സൗണ്ടിൽ പഠിക്കുമ്പോൾ ആ രീതിയിൽ അങ്ങ് പഠിച്ചു. കാരണം യാരാലാവാര ഗ്രൂപ്പ് എത്തുമ്പോഴേ ഈ ഉണ്ട്. നമുക്ക് യാരാലാവാര ഗ്രൂപ്പ് ഒക്കെയാണ്. ഇത് യ, ഇത് റ്, ഇത് ല്, ഇത് വ്, ഇതും വ് തന്നെ. ഓക്കെ. വ്. ഇനി സ് ഇല്ലെന്ന് പഠിച്ചല്ലേ? സ് ഇല്ല. അടുത്ത ഷ്. അടുത്തത് ഇത് ഷ്. അടുത്തത് സ് ഹ് ല ഴ റ്. അപ്പൊ ഇത് എത്ര എന്തെങ്കിലും? 1 2 3 4 5 6 7 8 9 10 11. എത്ര എണ്ണമാണ്? 11. അപ്പൊ ഇത് 11 എണ്ണമായി. നേരത്തെ നമ്മൾ ഓൾറെഡി എത്ര എണ്ണം പഠിച്ചു വെച്ചു? 13. നെങ്ങോരായപ്പോ 13 എണ്ണം പഠിച്ചു വെച്ചു. അപ്പൊ ആ 13 ഈ 11 കൂടെ ചേർത്ത് മൊത്തം 24 സൗണ്ട്. എത്രയാണ്? 24. അപ്പൊ ടോട്ടൽ കൺസോണന്റ് സൗണ്ട് എത്രയാണ്? 24. 24 എന്ന് വെച്ചാൽ യ റ് ല വ വ് ഷ് സ് സ് ഴ ഫ് ഹ് സ്. ഇത് ഇത്രയും. പിന്നെ നമ്മൾ ആദ്യം പഠിച്ച ക ഗ ച ജ ട് ട് ത ദ പ ബ മ ന ങ. ആ 13 എണ്ണം കൂടെ ചേർത്ത് നമ്മൾ ടോട്ടൽ എത്ര സൗണ്ട്? 24 സൗണ്ട്. ഇതെല്ലാം ഓരോന്നും കൃത്യമായിട്ട് എഴുതിയെടുത്ത് തന്നെ വെക്കുക. ഓരോന്നും എഴുതിയെടുത്തിക്കുക. ഈ ആയാലും റ് ആയാലും ല് ആയാലും നമ്മൾ പണ്ട് നിങ്ങളുടെ ബുക്കിൽ എഴുതിയിട്ടിട്ട് ബുദ്ധിമുട്ട് വരില്ല. അതായത് സൗണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ എത്രയാണ്? 20 വവൽ സൗണ്ടും 24 കൺസണന്റ് സൗണ്ടും കൂടെ ചേർന്ന് മൊത്തം 44 സൗണ്ടുകളാണ് ഫൊണറ്റിക്സ് ഉള്ളത്. ഈ 44 സൗണ്ടുകൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള പോർഷൻസ് പഠിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇത്രയും ഭാഗം നന്നായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഓർമ്മിച്ചു വെച്ചിരിക്കുക. കാരണം ഈ 44 സൗണ്ടുകളും എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ഭാഗം നമ്മൾ എപ്പോഴും നല്ലവണ്ണം ഓർമ്മിച്ചു വെച്ചിരിക്കുക. ഇത്രയും ഭാഗമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഏതൊക്കെയാണ് പഠിച്ചത്? വവൽ സൗണ്ടും കൺസണന്റ് സൗണ്ടും. വവൽ സൗണ്ട് എത്ര എണ്ണം? 10 എണ്ണം. 20 എണ്ണം. കൺസണന്റ് സൗണ്ട് 24 എണ്ണം. ടോട്ടൽ സൗണ്ട് എത്ര? ഇനി നമുക്ക് ഇത് വെച്ച് എങ്ങനെയാണ് എഴുതുന്നത് എന്നത് നോക്കാം. അതിന്റെ സൗണ്ടുകൾ അറിയാമെങ്കിലേ പറ്റുള്ളൂ എഴുതാനായിട്ട്. ഇത് നോക്കിയേ. നമുക്ക് എഴുതേണ്ടത് കപ്പ്. എഴുതാൻ കപ്പ്. നമുക്ക് എഴുതേണ്ടത് കപ്പ് എന്നാണ്. കപ്പിൽ എത്ര സൗണ്ട് ഉണ്ട്? 1 ക എന്ന സൗണ്ട്. എന്താണ്? ക. 2 ക പ്ലസ് ആ ചേരുമ്പോ കായാവും. പ്. അതായത് ക ആ പ്. ക ആ പ്. കപ്പ്. ഇങ്ങനെ. ആദ്യം ക എന്ന സൗണ്ട് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. കെ ആണ് ക ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം. ക. ഇതിനെ വിളിക്കുന്ന പേര് ക. ആ എന്ന് പറയുന്ന സാധനം ആദ്യം കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഈ സാധനം ഇതിനെ വിളിക്കുന്ന പേര് ആ. പ് എന്ന് പറയുന്നത് സാധാരണ പ്. ഇതാണ് നമ്മൾ പഠിച്ചത്. ഏതാ ആൻസറാത്തുക. ഇപ്പൊ എന്തായി? കപ്പായി. എന്തായി? കപ്പായി. ഇനി നമുക്ക് അടുത്തെഴുതാണ് പുട്ട്. പുട്ടെന്ന് എഴുതാം. സിമ്പിൾ ആയിട്ടുള്ള വേർഡ് മാത്രമേ എഴുതുള്ളൂ. പുട്ട്. ഇതിനെ വിളിക്കുന്ന പേര് പ്. നേരത്തെ എഴുതിയിട്ട പ്. ഇനി ഊ വേണം. ഊ എന്ന് പറയുന്ന സാധനം ഇതാണ്. നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ട്. ഇത് ട്. ഇപ്പൊ പുട്ട്. ഇതുപോലെ തന്നെ ഏതാ ചെയ്യുന്നത് അല്ലേ? ഇനി അടുത്ത എഴുതുന്നത് എന്താണ്? കിങ് എന്ന് എഴുതാം. എന്താണ്? കിങ് എന്ന് എഴുതാം. നോക്കാം. കിങ്. ശ്രദ്ധിച്ചോളൂ. ആദ്യം എഴുതാൻ പോണ് ക്ക്. ഇനി ഏത് വേണം? ഈ വേണം. ഈ ആയിട്ട് ഉപയോഗിക്കുന്ന ഐ അല്ലേ? ഈ സാധനത്തിന് വിളിക്കുന്ന പേരാണ് ഈ. ഇതാണ് ഈ അല്ലേ? ഇതാണ് ഈ. നമ്മൾ രണ്ടും പഠിച്ചിട്ടുള്ള ഈയും ഈയും. ഇതെങ്ങനെ?
കിങ്. ഇങ്ങനെ നമ്മൾ നേരത്തെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള സാധനം പഠിച്ചത് ഇങ്ങനെ അല്ലേ, ഇങ്ങനെ വന്നിട്ട് നമ്മൾ പഠിച്ചു. അപ്പൊ ഇതാണ് ഇതിന് വിളിക്കുന്നത്. ഈ രീതിയിലാണ് നമ്മൾ എഴുതി പഠിക്കുന്നത്. എഴുതി പഠിക്കാനുള്ളത് നമുക്ക് സ്വന്തമായിട്ട് എഴുതി പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറെ എക്സ്പീരിയൻസ് ഉണ്ട് എഴുതി പഠിക്കുന്നതാണ്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഓർമ്മിച്ചുകൊള്ളുക. ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കുന്നെങ്കിൽ മാത്രമേ അടുത്ത് ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവും. ഇത്രയും ഭാഗത്തിൽ യാതൊരു ഇതുമില്ലാതെ ഇത്രയും ഭാഗം നല്ല ഭംഗിയായിട്ട് പഠിച്ച് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് വവൽ സൗണ്ട് കഴിഞ്ഞ് കൺസേൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഇത്രയും ഭാഗം നല്ലോണം ആദ്യം പഠിച്ചിരിക്കുക. ശരി, അടുത്ത ദിവസം നമുക്ക് ഇതുപോലെ മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം.